ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെറും 5 രൂപ മാത്രം വിലയുള്ള ഒരു പാക്കറ്റ് ബൂസ്റ്റ് ആണ്. ഒരു നേന്ത്രപ്പഴത്തിന് ഒരു പാക്കറ്റ് ബൂസ്റ്റ് കറക്റ്റ് ആയിരിക്കും, അങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരച്ച അതേ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ചേർക്കുകയാണ്. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സിലേക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊരു ചപ്പാത്തി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലേക്കാക്കി മാറ്റുക. അപ്പോൾ ഈ സമയത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ബോൾ ഷേപ്പാണ് റെഡിയാക്കുന്നത്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു നന്നായിട്ട് വെന്ത് വരില്ല. ഒരു വശം ഒന്നങ്ങ് ആയി വരുന്ന സമയത്ത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അത്രയേ ഉള്ളൂ, സിമ്പിൾ.